ഇലക്ഷൻ നമുക്കിപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിന് പിന്നെ നമ്മുടെ കേരള സാഹചര്യവും പിന്നെ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്ന ഒരു ഇലക്ഷൻ്റെ സാഹചര്യം ഇത് തമ്മിൽ നമ്മളെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ ജനാധിപത്യം കൂടുതൽ ദുർബലമാകുന്നു, അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ദൗർബല്യങ്ങൾ കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട്, ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാമൂഹ്യ സ്ഥിതിയെക്കുറിച്ചുകൂടെ നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ മഹാരാഷ്ട്ര എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 4 മാസം മുൻപ് മെയ് മാസത്തിലാണ് അവിടെ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നത്. അന്ന് കോൺഗ്രസ്സിന് 14 സീറ്റ് കിട്ടി. ആ സ്ഥാനത്താണ് ഇപ്പം നിയമസഭയിലാകെ 16 സീറ്റ് കിട്ടിയിട്ടുള്ളത്. അവിടെ നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മോദി തരംഗമില്ല. അവിടെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നത്. ഭരണകൂടത്തിനെതിരെ, ഷിൻഡെ ഭരണകൂടത്തിനെതിരെ വ്യക്തമായ വികാരമുണ്ടായിരുന്നു. കർഷകർക്കിടയിലുള്ള മറാത്താവാദം ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ ഒരു ടൈറ്റ് നെക്ക് ടു നെക്ക് ഫൈറ്റാണ് പ്രവചിച്ചത്. അപ്പോൾ ഇതിനൊക്കെ അപ്പുറം എങ്ങനെയാണ് ഈ ഒരു അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടായതിനെക്കുറിച്ച് ഒരുപാട് വ്യാപകമായിട്ട് ചർച്ചയ്ക്ക് നടക്കണം, അവിടെ നിൽക്കട്ടെ. പക്ഷെ നമ്മൾ ഇതിന് പകരം രാഷ്ട്രീയ നിരീക്ഷകർ വയ്ക്കുന്ന 2 ആശയങ്ങളുണ്ട്. ഒന്ന്, ഈ നാഗ്പൂർ, അതായത് RSSൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് നാഗ്പൂർ സ്ഥിതി ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ്. അവിടെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടിയേറ്റിരുന്നു. അത് RSSനെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു ശക്തി പരീക്ഷണത്തിന് കുറിച്ചുള്ളൊരു ചിന്ത ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ യു പിയിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഇവിടെ അവരെന്ത് ചെയ്തു, ഇറങ്ങിക്കളിച്ചു എന്നുള്ളതാണ്. വീട് വീടാന്തരം കയറി പിന്നെ കൃത്യമായ രാഷ്ട്രീയ പ്രചരണം നടത്തി. അതിൻ്റെ ഒരു ഫലമാണ് എന്നുള്ള പ്രചരണമുണ്ട്. ഈ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു ലേഖകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 4 ഘടകങ്ങളാണ് അവിടെ വർക്ക് ചെയ്തതെന്ന്: ക്യാഷ്, കാസ്റ്റ്, കമ്മ്യൂണലിസം, ക്രോപ്പ് എന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ ഈ ദൗർബല്യം എന്ന് പറയാൻ കാരണം ഇവിടെ ഈ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷിൻഡെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച, പെൺകുട്ടികൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച ഒരു പദ്ധതി, വെൽഫെയർ പദ്ധതി, 1500 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് മാസം കൊടുക്കുന്ന ഒരു പദ്ധതി. ഈ പദ്ധതിക്ക് 1 കോടി മറ്റ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഇത് കിട്ടുന്നുള്ളായിരുന്നു. പക്ഷെ അവർ 2.5 കോടിക്ക് എന്ത് ചെയ്തു, ഇത് കൊടുത്തു എന്നാണ്. ഇത് സ്ത്രീകളെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. ഇതാണ് ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത്. 2, കർഷകർ ഭയങ്കരമായിട്ടുള്ള അജിറ്റേഷൻ ഉണ്ടാക്കിയിരുന്നു. അവരെ ഒന്ന് പാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സവാളക്ക് ഒക്കെ വില നമുക്കറിയാലോ, വിലയൊക്കെ ഒന്ന് കൂടി, അതൊരു മിനിമം വാല്യൂ ക്രോപ്പിന് കിട്ടുന്ന രൂപത്തിലൊരു ഇത് ചെയ്തു. അപ്പോൾ അത് അവരെ കുറച്ച് എന്ത് ചെയ്തു, തണുപ്പിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഘടകത്തെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ ശിവസേന എന്ന് പറയുന്ന പഴയ ഒരു ശക്തിയെ, അത് ഒരുപക്ഷെ ഇന്ത്യയിൽ BJPയുടെ വർഗീയത വരുന്നതിനു മുൻപ് ഇന്ത്യയിലൊരു പക്ഷേ വ്യക്തമായ വർഗീയ രാഷ്ട്രീയം പറഞ്ഞ ആളാണ് താക്കറെ. ആ നിലയ്ക്ക് ബോംബെയൊക്കെ അദ്ദേഹം അടക്കി ഭരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇവർ മറാത്താവാദമാണ് അവർക്കുണ്ടായിരുന്നത്. മലയാളികളടക്കം പുറത്താക്കാനുള്ള ശ്രമമൊക്കെ അന്നുണ്ടായിരുന്നു. ഈ തൊട്ട് മുൻപ് ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തുണ്ടായ ഏറ്റവും വലിയൊരു വിവാദം എന്ന് പറയുന്നത് മറാത്തകൾക്ക് സംവരണമില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ BJP ഉപയോഗിച്ചൊരു തന്ത്രം എന്താ വെച്ചാൽ, ഈ മറാത്തകൾക്ക് സംവരണം, മഹാരാഷ്ട്രക്ക് 3-4 സെക്ടേഴ്സ് ഉണ്ട്. ഇത് വിദർഭ സെക്ടറുണ്ട്, മറ്റേ കൊങ്കൺ, താന ആ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ മറാത്തകൾക്ക് കൂടുതൽ സ്വാധീനമുള്ള മേഖലകളിൽ പോലും ഈ OBC വിഭാഗങ്ങൾ സ്വാധീനിക്കാൻ ഇവർ നടത്തിയൊരു പ്രചരണം എന്ന് പറയുന്നത്, മറാത്തകൾക്ക് സംവരണം കൊടുക്കുകയാണെങ്കിൽ അത് ബാധിക്കാരേക്കാരം OBCകളേക്കാരം. അപ്പോൾ അത് OBCകൾ സ്വീകരിച്ചു എന്നും അങ്ങനെ OBC വിഭാഗം ഇവരോടൊപ്പം നിന്നു എന്നുള്ളതാണ്. ഈവൻ മുസ്ലിങ്ങൾ പോലും ഇത് ബാധിക്കും. അപ്പോൾ മുസ്ലിങ്ങൾ പോലും അടിത്തറ ഉണ്ടാക്കിയെടുത്തു. മുസ്ലിങ്ങൾ പോലും BJPക്ക് കൂടുതൽ വോട്ട് ചെയ്തു. കാരണം സംവരണം ഇപ്പോൾ നമുക്ക് കേരളത്തിലൊക്കെ അറിയാലോ, ഒരു പുതിയ വിഭാഗത്തിന് സംവരണം കൊടുക്കുകയാണെങ്കിൽ ഉള്ളതിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയുള്ളൂ ചെയ്യുക. അപ്പോൾ ഇതെല്ലാവരെയും ബാധിക്കുമെന്നുള്ളൊരു വാദത്തിന് ഒന്നിച്ചു നിന്നാൽ രക്ഷയുണ്ടെന്നുള്ളൊരിതിൽ
ബുദ്ധിമുട്ടാണ്. എന്തായാലും ശരി, ഞാനിവിടെ പറയുന്നത് വെച്ചാൽ ഇനി ജാർഖണ്ഡ് എടുക്കുക. ജാർഖണ്ഡിൽ ഈ പറഞ്ഞ കേന്ദ്ര രാഷ്ട്രീയമൊന്നും അങ്ങനെ ഫലിക്കാത്ത ഒരു സ്ഥലമാണ്. അവിടെ നമുക്കറിയാം ഈ ഹേമന്ത് സോറൻ്റെ അറസ്റ്റ് അതവിടുത്തെ 26% വരുന്ന ആദിവാസികളെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അവരുടെ ആ നിലയ്ക്ക് ശക്തനായിട്ടുള്ള നേതാവാണ്. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നത് വെച്ചാൽ ഇദ്ദേഹം നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ, ഈ ക്ഷേമ പദ്ധതികളാണ് അദ്ദേഹത്തെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. അതായത് 21 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾക്ക് 10,000 രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക്. അതുപോലെ പെൻഷൻ പദ്ധതികൾ അദ്ദേഹം പരിഷ്കരിച്ചു. ഇതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാർക്കുള്ള പ്രത്യേകമായിട്ട് സ്കീമുകൾ 40 ലക്ഷത്തോളം ആളുകൾക്ക് ഈ ഗുണഭോക്താക്കളായിട്ട് ചെയ്യാൻ പറ്റിയത്. അതുപോലെ 200 യൂണിറ്റ് വരെ ഉള്ള വൈദ്യുതി ഒഴിവാക്കുക എന്നുള്ള ചാർജ് ഒഴിവാക്കുക എന്നുള്ളത്, ഭവന നിർമ്മാണ പദ്ധതി, ഇങ്ങനെ വ്യത്യസ്തമായ ക്ഷേമ പദ്ധതികൾ തോന്നിപ്പിക്കുന്ന ജനങ്ങൾ പെട്ടെന്ന് ആകർഷിക്കുന്ന ഈ ക്ഷേമ പദ്ധതികളാണ് അദ്ദേഹത്തെ വീണ്ടും അധികാരത്തിലെത്താൻ സഹായിച്ചുള്ള. അവിടെ നമുക്കറിയാം മോദിയോ ഷായോ ഒന്നും എന്തല്ല, അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. അവരൊക്കെ ഇറക്കിയെന്ന് ഒരു മുഖ്യമന്ത്രിയെ അവർക്ക് ഉയർത്തി കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ആസാം മുഖ്യമന്ത്രി ഒക്കെയാണ് അവിടെ കാര്യമായിട്ട് പ്രചരണത്തിന് നിന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ രണ്ടിടത്തും നമ്മൾ കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദമുഖം ഈ ചെറിയ വെൽഫെയർ സ്കീമുകളാണ് ഈ വോട്ടർമാരെ ആകർഷിച്ചതെന്നുള്ളതാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം കഴിഞ്ഞൊരു രാജ്യത്ത് 1000-1500 രൂപ കൊടുക്കാൻ ഒരു സർക്കാർ തയ്യാറായി കഴിയുമ്പോൾ, മാത്രമല്ല മഹാരാഷ്ട്രയുടെ ഈ മാനിഫെസ്റ്റോയിൽ വേറെ പ്രത്യേകിച്ചൊരു വാഗ്ദാനമില്ല. കോൺഗ്രസ് പോലും ഇതിനേക്കാൾ നല്ല വാഗ്ദാനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ ഇതുണ്ടാവും, 3000 രൂപ കൊടുക്കുകയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും ചെറിയ ചില വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോഴേക്കും വോട്ടർമാരതിന് അനുകൂലമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ സാമൂഹ്യാവസ്ഥ ഇപ്പോഴും അത്ര പരിതാപകരമാണെന്നാണ്. അത് വല്ലാത്തൊരു വേദനിപ്പിക്കുന്ന 75 വർഷം കഴിച്ചിട്ടും വികസനം അടിസ്ഥാന തട്ടുകളിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ നിലനിർത്തുള്ളൂ. ഈ ജനത്തിൻ്റെ വോട്ട് കിട്ടണമെങ്കിൽ ഓരോ വികസനം എല്ലാം നിർത്തണം. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ, നേരത്തെ അഷ്റഫ് പറഞ്ഞൊരു കാര്യം തന്നെയാണ് വെച്ചാൽ, ജനാധിപത്യത്തിൻ്റെ ദുർബലമാകുന്നു എന്ന് പറയാം. കാരണം ജനാധിപത്യമാകുന്നത് അതിനകത്ത് ഏറ്റവും ദുർബലനെ കൂടെ ഉൾക്കൊള്ളുമ്പോഴാണ്, റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുമ്പോഴാണ്, എല്ലാവരുടെയും റെപ്രസെൻറ്റേഷൻ. ഇന്ന് അത് കൃത്യമായിട്ടും മാറുകയും ഭൂരിപക്ഷത്തെ എങ്ങനെയാണോ പ്രീണിപ്പിക്കേണ്ടത് ആ തലത്തിലേക്ക് എല്ലാ കാര്യങ്ങളും മാറുകയാണ്. കേരളത്തിൽ പോലും ഇതേ രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജനാധിപത്യത്തെ ദുർബലമാക്കുന്നു എന്നുള്ളതും സാമൂഹിക വ്യവസ്ഥയുടെ അടിത്തറയെ തന്നെ നമുക്ക് സംശയിക്കേണ്ടതിലേക്കാണ് പോകുന്നത്. അത് ഭാവിയിലും ഇത് പ്രകടമാകും. മഹാരാഷ്ട്രയിൽ ഉറപ്പാണ് ഇതുകൊണ്ട് ഇത് അവസാനിക്കില്ല. മഹാരാഷ്ട്ര പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുകയല്ല ചെയ്യും. അവിടെ ഇനിയും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും. പക്ഷെങ്കിൽ പോലും ഒരു ഇലക്ഷനിൽ ഒരു മാജിക്ക് കളിക്കാൻ ഇത്രയൊക്കെ മതി എന്ന് വരുന്നത് വളരെയേറെ നമ്മൾ അപകടം മണക്കേണ്ട ഒരു കാര്യമാണ്. ഇതിൽ ഈ ചേലക്കര പരാജയം ഉണ്ടായല്ലോ രമ്യ ഹരിദാസ്. അപ്പോൾ അവർ ഫേസ്ബുക്കിൽ അതിൻ്റെ ഒരു കാരണമായിട്ട് ഈ സാജൻ സക്രിയെ അവർ കൂടെ ഒന്നിച്ചൊരു പടം എടുത്ത് കണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഉപകാരത്തിലൊക്കെ പറഞ്ഞു പോകേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇത് വളരെ വൈകിപ്പോയി എന്നുള്ളതാണ്. എത്രയോ നേരത്തെ ഇവരുടെ ശ്രദ്ധയിൽ പല രീതിയിലും ആളുകൾ പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ട് ആ വിഷയം. പക്ഷെ ആ പ്രതികരിച്ചതൊന്നും അവരിലേക്ക് എത്തിയിട്ടില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അതായത് അതുകൊണ്ട് അവർക്ക് ചില ഗുണം കിട്ടും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ഇതെല്ലാവർക്കും ഒരു പാഠമാകണമെന്ന് ഞാൻ പറയുന്നത്. ഈ വിദ്വേഷ യൂട്യൂബർമാരെ സഹകരിപ്പിച്ചുകൊണ്ട് കൂടെ പിടിച്ചുകൊണ്ട് ഇവിടെ ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളത് കോൺഗ്രസ്സിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും വേറെ രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ ഉള്ള എല്ലാവർക്കും ഉള്ളൊരു സന്ദേശമാണ്. അതുകൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്.